ഗൈസ് നമുക്ക് നമ്മുടെ ചക്കട റെഡി ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐ സോ എക്സൈറ്റഡ്. നല്ല ചൂടാണ് ഗൈസ്, ആവി പറക്കുന്ന ചൂടാണ്. ആ നെയ്യുടെയും ശർക്കരയുടെയും ഏലക്കായുടെയും ചക്കയുടെയും എല്ലാം കൂടെ നമ്മൾ ചോവറായിട്ട് മധുരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സൂപ്പർ ഉണ്ട്. മസ്റ്റ് ട്രൈ ഗൈസ്. ലാസ്റ്റ് ടൈം വീട്ടിൽ പോയപ്പോൾ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചക്കയെല്ലാം പറിച്ച് ഞാൻ 2 ഡപ്പയിലാക്കി വെച്ചു. ഒരു ഡപ്പ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി. പിന്നെ അതിൽ ബാക്കിയുള്ള ഒരു ബോക്സ് ആണ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. 4-5 ദിവസമായി ഇപ്പോൾ ഫ്രീസറിൽ ഇരിക്കുന്നു. പക്ഷേ ചക്ക വെച്ച പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ കുരെല്ലാം കളഞ്ഞ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനാവശ്യമുള്ള തേങ്ങയും കൂടെ ചിരകി കിടക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു പാനിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ശർക്കര പൊടി ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പൊടി നോക്കി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് മെൽട്ടാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ മിസ്സാക്കരുത് കേട്ടോ, ഒരു പ്രത്യേക ഫ്രാഗ്രൻസും നല്ല ടേസ്റ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരകി വെച്ചേക്കുന്ന നാളികേരം കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴച്ചെടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇതന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന ചക്കയെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാത്രത്തിൽ റോസ്റ്റഡ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചക്ക അരച്ചതും കുറച്ച് സാൾട്ടും കൂടെ ചേർത്ത് ആദ്യം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ശർക്കരയുടെയും നാളികേരത്തിന്റെയും കൂട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഈ ശർക്കരയുടെ കൂട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ ശർക്കര മെൽറ്റ് ചെയ്തത് കുറച്ചധികം പാനിയായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ അവിടെ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നാളികേരം ഇട്ട് അത് വറ്റിച്ച് വെച്ചത് കൊണ്ട് വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് അതിൽ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശർക്കര ചീകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആവിയിലിരുന്ന് ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചില സ്ഥലത്ത് മാത്രം ഇങ്ങനെ കുറച്ചധികം മധുരം വരുമ്പോഴേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെന്താ, നമ്മുടെ ഇലയിൽ വെച്ചിട്ട് നല്ലപോലെ അത് പരത്തിയെടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് പരത്തിയെടുക്കാം, കൈ കൊണ്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് പരത്താൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കൈ കൊണ്ട് പരത്താൻ അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച ശേഷം അതിലേക്ക് മറ്റേ ആവി കയറ്റുന്ന പാത്രം വെച്ച് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തു. നമ്മുടെ അട ഇലയിന്ന് വിട്ട് വരുന്ന പാകമാണ്. അത് വെന്തോന്ന് അറിയാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയണേ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും മടിച്ചിരിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.